ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്ക് ട്രാവലിംഗ്. ഇന്ന് നമ്മളൊരു ബർത്ത്ഡേ സ്പെഷ്യൽ ബിരിയാണിയാണ്. നമ്മുടെ ക്യാമറാമാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ബിരിയാണിയുടെ കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഡാൽഡ ഒഴിക്കുകയാണ്. ആദ്യം നമുക്ക് ഡാൽഡ ഒഴിക്കാം. സൺഫ്ലവർ ഒഴിക്കുക അതിലേക്ക്. അടുത്തതായിട്ട് നമ്മൾ റൈസിന് വേണ്ടിയിട്ടുള്ള പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം കൂടി ഇടുവാണ്. പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്തതായി നമ്മൾ റൈസിന് ഇത്തിരി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചിടുവാണ്. അപ്പോൾ അരിക്ക് ആവശ്യത്തിനുള്ള വെള്ളം, അരി വേകാൻ ആവശ്യമായ വെള്ളം നമ്മൾ ഒഴിക്കുകയാണ്. നമ്മളൊരു 2.5 കിലോ അരിയുടെ ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് അരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ഇടുവാണ്. അപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അരിക്കുള്ള വെള്ളം ഒന്ന് തിളച്ച് വരണം. അപ്പോൾ നമുക്ക് വെള്ളം തിളച്ച് വരാനായിട്ട് ഇതൊന്ന് മൂടി വയ്ക്കാം. തിളച്ച് വന്നതിന് ശേഷം കാണാം. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് അരിയിടാം. അരിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരി ഇട്ടിട്ടുണ്ട്. ഇന്ത്യ ഗേറ്റ് വൈറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നീളം റൈസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം 2.5 കിലോ അരിയുടെ ബിരിയാണിയാണ് നമ്മൾ ചെയ്യുന്നത്. 2.5 കിലോ അരിയുടെ ബിരിയാണിക്ക് ഏകദേശം ഒരു 4 കിലോ ചിക്കനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അരി ഏതായാലും വെന്ത് വരട്ടെ. അപ്പോൾ നമ്മൾ അരി ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ക്യാരറ്റ് ചേർക്കുകയാണ്. ക്യാരറ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മുടെ അരി ഒരു 75% വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരി ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റുകയാണ്. അപ്പോൾ നമുക്ക് അരി ഊറ്റാം. ബിരിയാണി കാണാൻ തന്നെ ഭംഗി. ഈ അരിയായിരുന്നു എയറോപ്ലെയിൻ നല്ലത്. ഇപ്പോൾ ഇന്ത്യ ഗേറ്റ് ആട്ടോ. ഉള്ളി വറുക്കാനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സവാള ഉള്ളി, കിസ്മിസും അണ്ടിപ്പരിപ്പൊക്കെ നമുക്ക് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള എണ്ണ നമ്മൾ ചീനച്ചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് പൊരിഞ്ഞ് വരട്ടെ. ഇതൊന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് നമ്മളിപ്പോൾ കുറച്ച് കിസ്മസ്, അത് 10-35 ഗ്രാം കിസ്മസ് നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സവാള വറുക്കാനുള്ള സവാള ഇതാണ്. അപ്പോൾ നമ്മുടെ സവാള നമ്മൾ കോരി
അതെന്തോ എണ്ണ എണ്ണ പിടിച്ച് പോകില്ല. സവാള പൊരിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണ പിടിക്കില്ല. സവാള നിൽക്കില്ല. സവാള ആറാൻ നിർത്ത എണ്ണ ഇങ്ങനെ. നമ്മൾ ബിരിയാണി വെക്കാനുള്ള പരിപാടി തുടങ്ങുകയാണ്. അതിനുള്ള ചിക്കൻ റെഡിയാക്കുവാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ആദ്യം വെളുത്തുള്ളി ചേർക്കുവാണ്. ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പച്ചമുളക് ചേർത്തിട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇതിലേക്ക് വേണ്ട ആവശ്യമായ സവാള ചേർക്കുകയാണ്. സവാള ഒന്ന് വാടി വരണം. അപ്പോൾ ഇന്ന് നമ്മുടെ ക്യാമറാമാൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മുടെ ചേട്ടനിയന്മാർ മക്കളെല്ലാവരും വന്നിട്ടുണ്ട്. കുഞ്ഞുമക്കളുണ്ട്, വലിയവരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വോയിസ് നിങ്ങൾക്ക് ഇതിന് പുറകിൽ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഇന്നത്തേക്ക് ഒരു ദിവസം ഒന്ന് ക്ഷമിക്കണം. വോയിസ് ബുദ്ധിമുട്ടൊന്നാവുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. അതിങ്ങനെ ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ചാനലിൽ ഒരു 55% ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. നമുക്ക് വീഡിയോ റീച്ച് വരുന്നുണ്ട്, പക്ഷെ നിങ്ങളൊരു 55% ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ മാക്സിമം ആളുകൾ ഈ വീഡിയോ കാണുമ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടിച്ച് ഓളാക്കിയിട്ടിട്ട് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് പ്രചോദനമാകും. അപ്പോൾ നമുക്ക് ദയവ് ചെയ്ത് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വാടി വെന്ത് അലിച്ച് വരട്ടെ. ഈ ഒരു പൊസിഷൻ ആയിട്ടുണ്ട്. സവാള ഒന്ന് വെന്ത് അലിച്ച് വരട്ടെ. ബിരിയാണിക്ക് ആകുമ്പോൾ നല്ലോണം സവാള വെന്ത് അലുത്ത് വരണം. എന്നാലാണ് ആ ചിക്കനിലേക്കൊക്കെ ഗ്രേവി പിടിക്കുകയുള്ളൂ. അതിനകത്ത് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രേവി നല്ലോണം അലുത്ത് വന്ന് സവാള അലുത്ത് വന്ന് തിന്നാലാണ് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും സവാള നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം വേണം. അപ്പോൾ നമ്മളിതിനകത്തേക്ക് തക്കാളി ചേർത്തിട്ടുണ്ട്. സവാള ഒരുമാതിരി വാടി വന്നപ്പോഴേക്കും നമ്മളതിൽ തക്കാളി ചേർത്തിട്ടുണ്ട്. നമ്മൾ തക്കാളി എന്നാലൊന്ന് വാടി വരട്ടെ. എന്നിട്ട് നമുക്ക് അടുത്ത ഐറ്റംസ് ചേർക്കാം. മല്ലിപ്പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ പൊടികളൊക്കെ ആയിട്ടൊന്ന് യോജിച്ച് വരാനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് കുറച്ച് മുളക് പൊടി ചേർക്കുകയാണ് ഒരു കളറിന് വേണ്ടിയിട്ട്. മുളക് പൊടി നമ്മളൊരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ബിരിയാണി മസാല നമ്മൾ തന്നെ പൊളിച്ചെടുത്ത് ബിരിയാണി മസാലയാണ്, അത് ചേർക്കുകയാണ്.
ബിരിയാണി മസാല എന്ന് പറയുമ്പോൾ സാധാരണ ഗരം മസാലയല്ല, നമ്മുടെ സ്പെഷ്യൽ നമ്മൾ കാറ്ററിങ്ങിന് ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ബിരിയാണി മസാലയാണ്. ഇത് ഇട്ടപ്പോൾ തന്നെ ഇവിടെയൊക്കെ നല്ല മണം അടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതും ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. അടിക്ക് പിടിക്കാതെ മസാല നല്ല വരണ്ട് വരണം. അപ്പോൾ അത് ശ്രദ്ധിച്ച് തീ കുറച്ച് വെച്ച് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ ചിക്കൻ ബിരിയാണിയുടെ മെയിൻ ഘടകം ചിക്കൻ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ ചേർക്കാം. ഇതാ ചിക്കൻ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളൊരു 4 കിലോളം ചിക്കൻ നമ്മൾ ചേർത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഇട്ടിട്ടുണ്ട്. ചിക്കൻ നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കണം. ചിക്കൻ നല്ലപോലെ ഇളക്കി കൊടുക്കുക. പറഞ്ഞോ. അപ്പോൾ നമുക്ക് തൈര് ഒഴിക്കാം. ബിരിയാണിക്ക് ആവശ്യമായ തൈര് മതിയോ? നല്ല പുളിയുള്ള കുളിർമയുടെ തൈരാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഒഴിച്ചാൽ മതിയാവും. നമ്മൾ തൈര് ഒഴിച്ചിട്ടുണ്ട്. അത് ഉപ്പ് നമുക്ക് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് മതി. ഉപ്പ് മതി. ആവശ്യത്തിന് നമുക്ക് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഇപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതിലേക്ക് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. അതിനാവശ്യമായ കറിവേപ്പില ചേർത്തിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. കറിവേപ്പില ചേർത്തതിന് ശേഷം നല്ലോണം ഇളക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് വേവാനായിട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെന്ത് വന്നതിന് ശേഷം നമുക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ എന്തായാലും ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ അകത്ത് അടുപ്പ് കൂട്ടാൻ ഉള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നമ്മുടെ ഗ്യാസ് സ്റ്റവിൽ തന്നെ ഒന്ന് കത്തിച്ചെടുത്തിട്ട് നമ്മളൊരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ആ ദോശക്കല്ലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ബിരിയാണി ചെമ്പ് എടുത്ത് വെച്ച് ദം ചെയ്യിപ്പിക്കാനുള്ള പരിപാടിയാണ്. നമുക്കിപ്പോൾ എവിടെ ചെന്നാലും ഒരേപോലെ സൗകര്യങ്ങൾ കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മളുള്ള സൗകര്യത്തിൽ ഇതേപോലെ ഒന്ന് ദം ചെയ്യിപ്പിച്ചെടുക്കുവാണ്. അപ്പോൾ നമുക്ക് ദോശക്കല്ലൊന്ന് ചൂടായി വരട്ടെ. എന്നിട്ട് ഇതേ ദം ചെയ്യാനുള്ള ചെമ്പ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലെവലിലേക്ക് നമ്മുടെ ചിക്കൻ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അരി നല്ല കറക്റ്റായിട്ട് പാകത്തിന് ഇന്ത്യ ഗേറ്റ് വൈറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്ന റൈസ്. നമ്മളിതിലേക്ക് ബട്ടർ ഇതിലേക്ക് നമ്മൾ ബട്ടറും കൂടെ മിക്സ് ചെയ്താണ് ചെയ്യുന്നത്. തീ നമുക്ക് കുറച്ച് വയ്ക്കാം. നമുക്ക് ദം ചെയ്യാനുള്ള അരി ബിരിയാണി ചെമ്പിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചായിട്ട് ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിത് ലെയറായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് കുറച്ച് പൈനാപ്പിൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് ഓൾറെഡി നമ്മൾ അരിയുടെ കൂട്ടത്തിലിട്ട് വേവിച്ചിട്ടുണ്ട്. ഇനി പുതിനയിലയും മല്ലിയിലയും കുറച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കിസ്മിസും കാഷ്നട്ടും കൂടെ വറുത്ത് വച്ചിട്ടുണ്ട്. കുറച്ച് സവാളയും കൂടി നമുക്ക് വറുത്ത് വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും സവാളയും കിസ്മിസും കറിവേപ്പിലയും ഒരുമിച്ച് നമ്മൾ വറുത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അണ്ടിപ്പരിപ്പും സവാളയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു ലെയർ ചോറും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇപ്പം നമ്മൾ അതിലേക്കും അണ്ടിപ്പരിപ്പും മുന്തിരിയും പൈനാപ്പിളും ഇതെല്ലാം കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. പൈനാപ്പിൾ, അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിച്ചപ്പ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചോറ് അടുത്ത ലെയർ, മൂന്നാമത്തെ ലെയറും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ്. പാത്രത്തിൽ കുറച്ചിട്ട് വെച്ചിട്ട് അവനോടുള്ള നമ്മൾ നമ്മുടെ ചോറ് ഇട്ട് ലാസ്റ്റ് ലെയറും കൂടെ ഇട്ട് ഫിനിഷ് ചെയ്യുകയാണ്. അപ്പോൾ ലാസ്റ്റ് ലെയറിലേക്കുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും പൈനാപ്പിളും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇതാ പൈനാപ്പിൾ ചേർക്കുന്നുണ്ട്. അവിടെ അടിയാവും സൈഡിൽ നിന്ന് കിട്ടാം, ഇതിലേക്ക് അപ്പോൾ നമ്മുടെ റൈസ് നമുക്കൊന്ന് നോക്കാം, എങ്ങനെയായിട്ടുണ്ടെന്ന് നോക്കാം. ഏകദേശം റെഡി ആവാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ റൈസ് കട്ട് ചെയ്തെടുക്കുകയാണ്. വേറെ പാത്രം പണ്ടു നമ്മൾ നമ്മളെ മസാല എടുക്കുകയാണ്. റൈസിൻ്റെ മസാല എടുക്കുകയാണ്. നമ്മുടെ ദം ബിരിയാണിയുടെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇത് നമ്മുടെ പാർക്കുട്ടിയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത്. പാർക്കുട്ടി എങ്ങനെയുണ്ട്? സൂപ്പറാണോ? എന്നാൽ സൂപ്പറാണെന്ന് പറഞ്ഞാന്ന് ഇത് നോക്കി ഇങ്ങനെ പറ, ഒച്ചയ്ക്ക് പറ. ആ, അപ്പോൾ നമ്മൾ പാർക്കുട്ടി കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അടിപൊളി. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് കഴിക്കാം. നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതേപോലെയുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു 45% ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. പിന്നെ ഈ വീഡിയോയിൽ നമ്മളുടെ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ കുടുംബക്കാരും കൂടപ്പുറപ്പുകളും എല്ലാം ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ഒച്ചയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തൽക്കാലം ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ക്ഷമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്.